ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പാമ്പാടുംപാറ സന്യാസി ഒടയിലെ യുവകർഷകനായ ശ്രീ അനോയിന്റ് ജോസഫ് അമ്പാട്ടുകുന്നേൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് പാമ്പാടുംപാറ പഞ്ചായത്തിലെ സന്യാസിയോടയിലുള്ള അമ്പാട്ടുകുന്നേൽ അനോയിന്റ് ജോസഫിന്റെ കൃഷിയിടത്തിലാണ്. മികച്ച യുവ കർഷകനായ അനോയിന്റ് തന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. അനോയിന്റ് നമസ്കാരം. നമസ്കാരം. അനോയിന്റ് എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നു? ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഏലകൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉപരിപഠനം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതിനെ സംബന്ധിച്ച ജോലിയാണ് ചെയ്തിരുന്നത്. കൃഷി എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ളൊരു മേഖല കൂടിയായിരുന്നു പഠിക്കുന്ന കാലം തൊട്ട് തന്നെ. കൂടുതൽ നമുക്ക് മണ്ണിനോട് അറിഞ്ഞ് ജീവിക്കാനും കൂടുതൽ നല്ല രീതിയിലുള്ള വരുമാനം എടുക്കാനും ഏലകൃഷി ഏറ്റവും നല്ലൊരു കൃഷിയാണെന്നുള്ള ബോധ്യം ഇന്നത്തെ ഇടുക്കിയിലെ എല്ലാ കർഷകർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും തോന്നിയിരുന്നു. ഏലകൃഷിയുടെ കൂടുതൽ മികച്ച നിലവാരം നമുക്ക് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഏലകൃഷി നമുക്ക് വിജയകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പഠിക്കാനും അത് കൂടുതൽ തോട്ടത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് എങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള വരുമാനം എടുക്കാനും ഉള്ള പരിശ്രമം ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടുണ്ട്. ഏകദേശം 4 വർഷത്തിന് മുന്നേയൊക്കെ ഏലക്കായുടെ വില എന്ന് പറയുന്നത് വളരെ താഴെയായിരുന്നു. ഇപ്പോഴാണ് ഒരു ഇച്ചിരി മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് ഏലക്കായുടെ വില കയറി വരാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള കൃഷിയാണത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവേറിയൊരു കൃഷിയും കൂടിയാണ് ഏലം. എത്ര വർഷം മുമ്പാണ് കൃഷിയിലേക്ക് വരുന്നത്? 5 വർഷം മുമ്പാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അനോയിന്റിന് 27 വയസ്സാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കൃഷിയിലേക്ക് വരാണ്ടായ ഒരു കാരണം ഈ താല്പര്യം മാത്രമാണോ അതോ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൃഷി പകർന്നു കിട്ടിയതാണോ? പാരമ്പര്യമായിട്ട് തന്നെ കൃഷി പകർന്നു കിട്ടിയതാണ്. അതുപോലെ തന്നെ താല്പര്യം എന്നുള്ളത് ഏറ്റവും വലിയൊരു കോറാണ്. എൻ്റെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു പെസ്റ്റിസൈഡ് കമ്പനിയിൽ ജോലിക്ക് കയറിയിരുന്നു. അപ്പം അവിടെയും ഇത് തന്നെയാണ്, അതായത് ഏലത്തിന് വേണ്ടിയുള്ള മരുന്നുകളും മറ്റു കാര്യങ്ങളുമാണ്, ഫെർട്ടിലൈസേഴ്സും ഒക്കെയാണ് അവിടെയും ഞാൻ ചെയ്തിരുന്നത്. അപ്പം കുറച്ചുകൂടി കൂടുതൽ എനിക്ക് ടെക്നിക്കലായിട്ടുള്ള നോളേജ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം കൂടുതൽ നമുക്ക് നോളേജ് ആയപ്പോൾ നമുക്കത് ഇംപ്ലിമെൻറ്റ് കൂടി ചെയ്താലേ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ അത് ഏറ്റവും കൂടുതൽ ഫലവത്താക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് കൂടുതൽ ഈൽഡ് എടുക്കാനായിട്ടും കൂടുതൽ ചെടിക്ക് പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് വേണ്ടിയും ഉള്ള ടെക്നിക്കലായിട്ടുള്ള നോളേജ് നമ്മൾ ആർജിച്ചപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് നമുക്കത് നമ്മുടെ തോട്ടത്തിൽ അത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ള നേട്ടം എന്നുള്ള സംഭവം മനസ്സിലാക്കിയപ്പോഴാണ് കൂടുതൽ കൃഷിയിലേക്ക് ഞാൻ ആകർഷിതനായത്. ഇത് എത്ര സെന്റ് സ്ഥലമാണ് ഈ കൃഷി ചെയ്യുന്നത്? എത്ര ഏക്കർ സ്ഥലത്താണ്? ഞാൻ 3 ഏക്കർ സ്ഥലത്താണ് ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം കുറച്ച് തോട്ടവും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പം അതിൽ പ്ലാന്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതിനം ഏലമാണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്? ഇവിടെ പൂർണ്ണമായിട്ടും ഞെള്ളാണി തന്നെയാണ്. പലയിടങ്ങളിലും ഞെള്ളാണി ഒഴികെ കണിപ്പറമ്പൻ, മോഹിനി, അങ്ങനെയുള്ള പല ബ്രീഡുകളും പല ഇനത്തിലുള്ള ഏലവും നടുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞെള്ളാണി തന്നെയാണ്. മറ്റേതെങ്കിലും ഇനം ഏലം ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ടോ? നേരത്തെ മോഹിനി എന്ന് പറഞ്ഞൊരു എൻ്റെ തോട്ടത്തിലല്ല, വേറെ തോട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതത്ര വലിയ ഒരു സക്സസ് അല്ല ഈ കാലാവസ്ഥയ്ക്ക്. തിരുതാളി ഇവിടെ കുറേ പേരൊക്കെ ചെയ്തിരുന്നു. തിരുതാളി ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത്ര അനുയോജ്യമല്ല. കണിപ്പറമ്പൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഏറ്റവും നല്ല രീതിയിലുള്ള വരുമാനം ഈ കാലാവസ്ഥയ്ക്ക്, ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായത് ഞെള്ളാണി തന്നെയാണ്. ഈ പാമ്പാടുംപാറ മേഖലയാണ് ഏലം കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ശരിക്കും എന്താണ് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത? എങ്ങനെയാണത്? കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ തണുപ്പേറിയൊരു കാലാവസ്ഥയാണെങ്കിലും ഒത്തിരി മഞ്ഞ് നിൽക്കാത്തതും വളരെ കാമായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. അതിന് ഏറ്റവും വലിയ ഒരു അവിഭാജ്യ ഘടകമെന്ന് പറയുന്നത് നമ്മൾ 1200 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പം അത് തന്നെ ഏറ്റവും നല്ലൊരു ഉയരമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാമ്പാടുംപാറ ഏറ്റവും വലിയ എസ്റ്റേറ്റായ പാമ്പാടുംപാറ എസ്റ്റേറ്റിൽ ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്ന വനം, ആ വനമാണ് ഇവിടുത്തെ ഈ തണുപ്പിന് ഏറ്റവും വലിയ ഒരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അതുപോലെ തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള ഏലക്ക ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് ഇവിടുത്തെ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത, വെള്ളത്തിൻ്റെ ലഭ്യത ഇതെല്ലാം ഒരു ഘടകമാണ്. ഈ ഞെല്ലാണി ഏലത്തിൻ്റെ ഒരു പരിപാലനം രീതി എങ്ങനെയാണ്? ഇതിൻ്റെ അകത്ത് ഇതിന് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നാൽ നല്ല രീതിയിൽ വെള്ളം കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഓഫ് സീസണിലും ഇത് നല്ല രീതിയിൽ ഫലം തരും. നമുക്കിവിടെ ഏകദേശം 5 തൊട്ട് 6 റൗണ്ട് വരെ നമുക്ക് കായ എടുക്കാൻ പറ്റും. ഏകദേശം 60 ദിവസത്തിൽ ഒരു റൗണ്ട് കാ വെച്ചിട്ട് 12 അതായത് ഒരു വർഷം മുഴുവൻ നമുക്ക് കായ എടുക്കാൻ പറ്റും. അപ്പം പ്രോപ്പറായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ മെത്തേഡാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 6 റൗണ്ടും നമുക്കിവിടെ കായ എടുക്കാൻ പറ്റുന്നതാണ്. സാധാരണ 4 റൗണ്ട് വരെയാണ് പുറമെയുള്ള സ്ഥലങ്ങളിൽ വിളവെടുക്കുന്നത് അല്ലേ? അത് അതിൻ്റെ അഡ്വാൻറ്റേജ് ഇത് ഞെല്ലാണി പോലെ തന്നെ മറ്റു ബ്രീഡുകളും അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും ഞെല്ലാണി നമ്മളിവിടെ പരീക്ഷിച്ച് നോക്കിയത് പ്രകാരം നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചറിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് 6 റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഞെല്ലാണി ഏലത്തിൻ്റെ തൈ അല്ലെങ്കിൽ തട്ട വെച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടൊരു ഉൽപ്പാദനത്തിലേക്ക് വരുന്നതിന് എത്ര മാസം വേണ്ടി വരും? ഏകദേശം 18 മാസമാണ് പറയുന്നത്. നമ്മുടെ പണീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. 18 തൊട്ട് ഒരു 22 മാസത്തിനുള്ളിൽ നമുക്ക് പൂർണ്ണ വളർച്ചയിൽ ചെടിയെത്തും. ഏകദേശം ഒരു 60 തൊട്ട് 90 ചിമ്പ് വരെ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ഏകദേശം 60 തൊട്ട് 90 ചിമ്പെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പൂർണ്ണ വളർച്ചയാണ്. അപ്പം ഏകദേശം അത്രയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1 കിലോ 1.5 കിലോ ഏലക്ക അതിൽ നിന്ന് എടുക്കാൻ പറ്റും. 1 ഏക്കർ ഏല കൃഷിയിടത്തിൽ എത്ര മൂട് ഏലം നമുക്ക് നടാൻ കഴിയും? കണക്ക് പ്രകാരമാണെങ്കിൽ 10ക്ക് 10 ആണെങ്കിൽ 420 ചെടിയാണ് 1 ഏക്കറിൽ നടുന്നത്. അത് ചിലവർ 8 കെട്ട് നടുന്നവരുണ്ട്, ചിലവർ 12ക്ക് 12 നടുന്നവരുമുണ്ട്. ചില തോട്ടം മേഖലകളിലൊക്കെ 12ക്ക് 12ഒക്കെയാണ് ചെയ്യുന്നത്. കാര്യം സ്പേസിങ് നന്നായിട്ട് വേണം. മറ്റ് വളങ്ങൾ കൊണ്ടുപോകാനും മരുന്നടിക്കാനും എല്ലാത്തിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് 12ക്ക് 12. നമ്മൾ ഐഡിയലായിട്ട് നമുക്ക് 10ക്ക് 10 എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടുതൽ ചെടി വെച്ച് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാൻ പ്രതീക്ഷിക്കുന്നവർ 8 കെട്ടൊക്കെ വെക്കും. പക്ഷേ 8 കെട്ടൊക്കെ വെച്ചാൽ നമുക്കൊരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്ലാന്റിങ്ങിൻ്റെ എണ്ണം കൂടത്തേ ഉള്ളൂ. നമുക്ക് പ്രോപ്പറായിട്ടുള്ള സൂര്യപ്രകാശമോ മറ്റ് കാര്യങ്ങളോ ഉള്ളിലേക്ക് ചെല്ലില്ല. അപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സംഭവമാണ്. ഏലം കൃഷിയിലെ ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ തുടരുന്ന ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എന്നോട് ചോദിക്കുകയാണ്, 1 ഏക്കർ ഏലത്തോട്ടത്തിൽ നിന്ന് ശരാശരി എത്ര കിലോ ഏലക്ക നമുക്കൊരു വർഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? ആവറേജ് നമുക്ക് 500 കിലോ തൊട്ട് 1000 കിലോ വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഉണക്ക ഏലക്ക. അത് ഡിപ്പെൻസ് ആണ്. കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. കാലാവസ്ഥ അനുയോജ്യമാണ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല രീതിയിലുള്ള വളം മറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ കറക്റ്റ് സമയത്തിന് ഇതിന് ഒരു ഉപേക്ഷ കാണിക്കാതെ എല്ലാം കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000 കിലോ ചരക്ക് വരെ നമുക്ക് എടുക്കാൻ പറ്റും. ആവറേജ് കണക്കെന്ന് പറയുന്നത് 500 കിലോ ആണ് ഐഡിയലായിട്ട് പോകുന്നത്. അതിൽ നിന്ന് വേരിയേഷൻസ് പല തോട്ടത്തിൻ്റെ കിടപ്പും മറ്റ് ഫലഭൂഷ്ഠതയും എല്ലാം ഡിപ്പെൻസ് ചെയ്തിട്ടാണ് വിളവിൻ്റെ തൂക്കം വരുന്നത്. ഇപ്പോൾ അനോയിൻ്റെ ഒരു ഫെർട്ടിലൈസർ കമ്പനിയിൽ ജോലി ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ചോദിക്കുവാണ്, ഈ പൂർണ്ണമായിട്ടും ഏലം കൃഷിയിൽ ജൈവ രീതി പിന്തുടരാൻ കഴിയുമോ? പൂർണ്ണമായിട്ടും പറ്റില്ല, സാധ്യമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മണ്ണ് ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിന് മുന്നേ ഉള്ളതുപോലല്ല. വളരെ ഓർഗാനിക് മാനുവറെല്ലാം വളരെ കുറഞ്ഞിരിക്കുകയാണ്. കാര്യം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഫെർട്ടിലൈസർ ആപ്ലിക്കേഷനൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. നമ്മൾ ഇപ്പം പച്ചച്ചാണകവും ഉണക്കച്ചാണകവും ഒക്കെ ഇട്ടിട്ട് ഓർഗാനിക് മാനുവർ വർദ്ധിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ക്വിക്ക് റെസ്പോൺസ് ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ക്വിക്ക് റെസ്പോൺസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കെമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, ഗ്രേഡ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ഗ്രേഡ് വളങ്ങൾ പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ റോ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതിനേക്കാൾ ഇച്ചിരി റേറ്റ് കൂടുതലാണെങ്കിലും ഗ്രേഡ് വളങ്ങളാകുമ്പം പെട്ടെന്ന് അപ്ടേക്ക് ചെയ്യും, മണ്ണിലത് കണ്ടാമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു റിജിഡായിട്ട് കിടക്കുകയോ ചെയ്യില്ല. അത് കറക്റ്റായിട്ട് ചെടി എടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ സാധാരണ കർഷകർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്, ഈ ഗ്രേഡ് വളങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്രേഡ് വളങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് ട്രേസേഴ്സ് കൂടുതലുണ്ടായിരിക്കും. പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കൂടുതലായിരിക്കും. ഒരു NPK ഫെർട്ടിലൈസർ എടുക്കുകയാണെങ്കിൽ ഇത് ഏതുമാട്ടെ 13-40-13 അല്ലെങ്കിൽ 058-34 അങ്ങനെയുള്ള ഏത് ഫെർട്ടിലൈസർ എടുത്താലും ആ ഫെർട്ടിലൈസർ നമ്മൾ മണ്ണിലോ അല്ലെങ്കിൽ ഇലയിലോ സ്പ്രേ ചെയ്യുമ്പം ഇൻസ്റ്റൻ്റ്ലി അത് ചെടിക്ക് എടുക്കില്ല, നോർമലായിട്ടുള്ളൊരു വളമാണെങ്കിൽ. അതേസമയം ഈ ഗ്രേഡ് വളങ്ങളാണെങ്കിൽ അത് അപ്ടേക്ക് ചെയ്യാൻ ഒരു റേഷ്യോ കൂടും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ചെടിയിലേക്ക് എത്തും. അത് പിന്നെ പെട്ടെന്ന് ഫുഡ് പ്രിപ്പറേഷനിലും മറ്റ് കാര്യങ്ങൾ വെജിറ്റേറ്റീവ് ഗ്രോത്തിലും റീപ്രൊഡക്റ്റീവ് ഗ്രോത്തിലും വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर
संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഒരു ഏലച്ചെടിയെ നന്നായി പരിപാലിച്ചാൽ എത്ര കാലം വരെ അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ കഴിയും? എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളുടെയൊക്കെ പ്ലാന്റേഷനിലുള്ള പ്ലാന്റ് ഓൾമോസ്റ്റ് 20 വർഷം പ്രായമുള്ളതാണ്. ഇതിനൊരു പ്രായമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷമാകുമ്പോൾ ഒരു ചിമ്പ് അത് പോയിട്ട് പുതിയ ചിമ്പ് വരും. അപ്പം ഇതിനൊരു ഏജ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ ഏലത്തിൻ്റെ കാല് പിരിയും. കാല് പിരിഞ്ഞത് ഒത്തിരിയേറെ വളരെ പറമ്പ് മുഴുവൻ പടരും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കിഴങ്ങ് ഡീകമ്പോസ് ചെയ്യാതെ കിടക്കും. അത് അതായത് അഴുകി പോകാതിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ രീതിയിൽ റീപ്ലാന്റ് ആണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ പലരും റീപ്ലാന്റ് ചെയ്യുന്നത് ചെടി പ്രായമായതുകൊണ്ടല്ല, പുതിയ ഇനം പരീക്ഷിക്കുക എന്നുള്ളൊരു അടിസ്ഥാനത്തിലും ഒത്തിരിയേറെ മോശമായിട്ടുള്ള ചെടികളുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ചിമ്പുകളൊക്കെ എല്ലാം ആരോഗ്യമില്ല എങ്കിൽ റീപ്ലാന്റ് ചെയ്യും. എന്തൊക്കെ തരം രോഗബാധകളാണ് ഇപ്പോൾ ഏല കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നത്? ഈ കറണ്ട് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈറ്റോതെറയാണ്. ഫൈറ്റോതെറ എന്ന് പറയുന്നത് കൊത്തഴുകൽ എന്ന് പറയും. കൊത്തഴുകൽ ഉണ്ടാക്കുന്ന ഒരു ഫംഗസാണ്. അതിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിച്ചിരിക്കുകയാണ് ഈ സമയത്ത്. ബ്ലാസ്റ്റ് ചെയ്യുന്ന മഴ, നിർത്താതെ പെയ്യുന്ന മഴ, ഇതൊക്കെ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു റീസണാണ്. അത് നമ്മളെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മാർക്കറ്റിൽ ഒത്തിരിയേറെ കെമിക്കൽസ് ഉണ്ടെങ്കിലും ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്തത് അക്രോബാറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്. അക്രോബാറ്റ് ഡൈമത്തോർഫ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ. അത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് നാൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. മറ്റ് മെറ്റലാക്സല പോലുള്ള ഫംഗിസൈഡുകൾ യൂസ് ചെയ്യുമ്പം നമുക്ക് കാപിടുത്തം കുറഞ്ഞു പോകും, അറസ്റ്റിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മളത് ഇച്ചിരി നല്ല മോളിക്യൂൾസൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 10 തൊട്ട് 15-20 ദിവസം വരെ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെയും ഉണ്ടാവും, പിന്നെയും തിരിച്ചിത് വരും. അതെ, തിരിച്ചു വരും. ഈ ഫംഗസ് പോലെ തന്നെ വേറൊരു വലിയൊരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ഫംഗസിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഫംഗസ് തന്നെയാണ് അതും ഇലകരിച്ചിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. ഈ മഞ്ഞ് നിൽക്കുന്നതാണെന്നാണ് ഓരോ വിദഗ്ധരും പറയുന്നത്. കൂടുതൽ മഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിന് അവിടുത്തെ ഫംഗസുകൾ അതിന് വളരാൻ പറ്റിയ രീതിയിലുള്ള ഒരു കാലാവസ്ഥ അവിടെ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഇലകരിച്ചിൽ പെട്ടെന്നുണ്ടാകുന്നത്. അങ്ങനെ ഇലകരിച്ചിലുണ്ടാകുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാന്റിൻ്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വെല്ലുവിളി ഉയർത്തുന്നതാണ്. പിന്നെ പെസ്റ്റ്, നോർമലുള്ള പെസ്റ്റുകളൊക്കെ സക്കിംഗ് പെസ്റ്റുകളും പിന്നെ ബോറോർ സെഗ്മെൻറ്റിലുള്ള പുഴുകളും അത് രണ്ടും നമുക്ക് കൺട്രോളബിളാണ്. നോർമലായിട്ട് ഒരു 22 തൊട്ട് 26 ഡേയ്സിലുള്ള ഒരു സൈക്കിളിൽ നമ്മൾ സ്പ്രേയിങ് പോകുമ്പം അത് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അത് കുഴപ്പമില്ലാതെ നമുക്ക് കൺട്രോളബിളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കൊക്കെ ഒരു നീം ഓയിലൊക്കെ സ്പ്രേ ചെയ്യുമ്പം അത് ഒത്തിരി വലിയ നമുക്ക് ഒത്തിരി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് ഏതൊക്കെ തരം ജൈവ വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്? വേപ്പിൻ പിണ്ണാക്ക്, പൊങ്ക പിണ്ണാക്ക്, പിന്നെ അങ്ങനെയുള്ള പിണ്ണാക്ക് കൂടുതൽ, എല്ലുപൊടി നമ്മൾ മിക്സ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി പൊട്ടാഷ്യം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എല്ലാ വർഷവും ഒരു നവംബർ തൊട്ട് ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ആ സമയത്ത് ഇൻ്റർവെല്ലിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ സ്യൂഡോമോണോസ്, മറ്റ് ഡ്രൈക്കോഡ്രമ പോലുള്ള ഫംഗിസൈഡുകളും ഒരു വർഷത്തിലൊരു പ്രാവശ്യം ഞങ്ങൾ സ്പ്രേ ചെയ്യാറുണ്ട്. വേപ്പിൻ പിണ്ണാക്കുമാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എല്ലുപൊടിയും പൊട്ടാഷ്യം നമ്മൾ യൂസ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ചെടിക്കൊരു 1/2 കിലോ 1 കിലോ വരുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മൾ വർഷത്തിൽ ഒരു തവണ ഇട്ട് കൊടുക്കുന്നതാണ്. അത് 2 തവണ ഇടുന്നവരുണ്ട്. ഒരു തവണ ഇടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലിട്ടാലും അതിൻ്റെ റേറ്റ് ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നല്ല പിണ്ണാക്കൊക്കെ ഞങ്ങൾ പോയി തമിഴ്നാട്ടിൽ പോയിട്ട് മില്ലിൽ നിന്ന് നേരിട്ട് കുത്തി മേടിക്കുകയാണ്. അപ്പം നമുക്ക് ഓയിൽ പോകാത്ത നല്ല പിണ്ണാക്ക് നമുക്ക് കിട്ടും. എല്ലുപൊടി അതുപോലെ തന്നെ നമ്മൾ മില്ലിൽ പോയിട്ട് എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് അത് ഒരു അതിൻ്റെ മായമില്ലാത്ത
എല്ലുപൊടി നമുക്ക് കിട്ടും. അതിട്ടിട്ട് ഇച്ചിരി പൊട്ടാഷ്യം കൂടി ഇട്ടാൽ എന്താ മേന്മ എന്താണെന്ന് വെച്ചാൽ ഇത് പന്നി കുത്താതിരിക്കും. കാട്ടുപന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് കാട്ടുപന്നി കുത്താതിരിക്കാനായിട്ട് വേണ്ടി അതൊരു നല്ലൊരു പൊട്ടാഷ് ഇട്ടാൽ ആ ഇത് വരത്തില്ല, പന്നി വരത്തില്ല എന്നാണ് പറയുന്നത്. ഇട്ട് നോക്കിയിട്ടൊന്നും നമുക്ക് ഇതുവരെയായിട്ട് പന്നി വന്നിട്ടില്ല. ഈ രാസവളങ്ങൾ ഏതൊക്കെ? ഈ പൊട്ടാഷ് മാത്രമാണോ ഉപയോഗിക്കുന്നത് അതോ വളങ്ങളായിട്ട് മറ്റെന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം ഒരു നോർമലായിട്ടുള്ള ജനറിക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും. അത് കൂടുതലും 10-26, ഫാക്ടം ഫോസ്, പൊട്ടാഷ് ഇങ്ങനെയുള്ള വളങ്ങളാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അത് ഏതെങ്കിലും ഒരു റൗണ്ടേ ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. നേരത്തെയൊക്കെ എല്ലാ പ്രാവശ്യങ്ങളിലും നമ്മൾ എല്ലാ കായെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം വെച്ച് ഡ്രൻ ചെയ്യുകയോ അല്ലെങ്കിൽ സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു റൗണ്ട് മാത്രമേ. ഇപ്പോൾ കൂടുതൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ജനറിക് ഫെർട്ടിലൈസേഴ്സിൽ നിന്ന് ഗ്രേഡ് ഫെർട്ടിലൈസേഴ്സിലേക്ക് നമ്മൾ മാറിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു റൗണ്ട് മാത്രം ഇത് കൊടുക്കും. കാര്യം കൂടുതൽ അഴുകലൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ എന്ന ബേസിസിലാണ് നമ്മൾ ഗ്രേഡ് വളത്തിലേക്ക് മാറിയത്. ഏലം കൃഷി ലാഭകരമാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ചെലവും ഏറെയാണല്ലോ. ഇപ്പോൾ നിലവിൽ 2500 ഒരു ശരാശരി വില 2500 ആണെങ്കിൽ ഈ കൃഷി ലാഭകരമാണോ? ലാഭകരമാണ്. പക്ഷേ അതിന് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ എക്സ്പെൻസ് ആണ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുന്നത്. ലേബർ ചാർജ് കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, അങ്ങനെയുള്ള മറ്റ് ചാർജുകളെല്ലാം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻ അത് ഭയങ്കരമായിട്ടൊരു നമ്മളെ ബാധിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഒബ്വിയസ്ലി നമുക്കിപ്പോൾ പറയുന്നത് പോലെ തന്നെ നമുക്ക് കൂടുതൽ റേറ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ 2500 രൂപ റേറ്റ് ഉണ്ടെങ്കിൽ പോലും ഇത് കോൺസ്റ്റൻ്റ് അല്ല. ഇത് നാളെ വേണമെങ്കിൽ 800 രൂപയിലേക്കും പോകാം. അത് ചാൻസ് ഒരു നാണയത്തിൻ്റെ 2 ഇരുവശങ്ങൾ പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ഈ 2500 എന്നുള്ള റേറ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കൃഷി ചെയ്യാനും പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ആവറേജ് റേറ്റ് വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് ചിലവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. കൂടുതൽ ചിലവ് ഇപ്പം റേറ്റ് ഇത്രയുണ്ട് എന്ന് പറഞ്ഞ് കൂടുതൽ നമുക്ക് ചിലവാക്കിയാൽ നാളെ രാവിലെ ഇന്നെടുക്കുന്ന നമ്മളൊരു പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് എങ്ങനെയായാലും 2 ദിവസം വേണ്ടി വരും. ആ പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് റേറ്റ് താഴെ പോയാൽ അതിൻ്റെ നഷ്ടം നമ്മൾ തന്നെ സഹിക്കണം. അപ്പം നമ്മളൊരു ഐഡിയലായിട്ടുള്ളൊരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചിലവും മറ്റു കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അനുവിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവരൊക്കെ കൃഷി കാര്യങ്ങളിൽ സഹായിക്കാറുണ്ടോ? എൻ്റെ വീട്ടിൽ പപ്പ, മമ്മ, വൈഫ്, അനിയത്തി. പപ്പ പണ്ട് തൊട്ടേ ഒരു കർഷകനാണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്കൊരു കാർഡമം ഡ്രൈയിങ് യൂണിറ്റും കൂടി ഉണ്ട്. അപ്പം ഏകദേശം നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതെല്ലാം കൂടി ആയിട്ടാണ് പോകുന്നത്. മമ്മി ഇപ്പം ടീച്ചറാണ് ഗവൺമെൻറ് സ്കൂളിൽ. വൈഫ് PSC പഠിച്ചുകൊണ്ടിരിക്കുന്നു. അനിയത്തി ജർമ്മനിക്ക് പോകാനായിട്ട് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. ഇങ്ങനെയാണ് കുടുംബത്തിൻ്റെ ഇത്. വിജയകരമായി തൻ്റെ കാർഷിക സപര്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന അനോയിൻ്റ് ജോസഫിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം കിസാൻ വാണി ശ്രോതാക്കളോട് വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി. പാമ്പാടുംപാറ സന്യാസിയോടയിലെ യുവ കർഷകനായ ശ്രീ അനോയിൻ്റ് ജോസഫ് അമ്പാട്ടുകുന്നേലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए। एक मौसम एक दर है, सब किसान बीमा कराए। प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം.
സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.